നമസ്കാരം. FCMR ബാച്ചുകളിൽ ഉപയോഗിക്കുന്ന FRKയുടെ COA പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണമാണ് ഈ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മില്ലുകളിൽ ബാച്ചുകൾ പ്രോസസ്സിംഗിനു ശേഷം FRK ബ്ലെൻഡ് ചെയ്തു കഴിയുന്ന സമയത്താണ് ഇതിന്റെ എൻട്രി ഇടേണ്ടത്. ഉദാഹരണത്തിന്, ബാച്ച് നമ്പർ 1 കൊടുത്ത് ഇവിടെ ഷോ ബട്ടൺ കൊടുക്കുന്നു. ഈ ബാച്ചിന്റെ വിവരങ്ങളാണ് ഇനി ലിസ്റ്റ് ചെയ്യുന്നത്. ഇത് തെരഞ്ഞെടുത്തത് സെലക്ട് ചെയ്ത് FRK ഇൻവോയ്സും തെരഞ്ഞെടുത്ത് ലിങ്ക് FRK ഇൻവോയ്സ് ടു സെലക്ടഡ് ബാച്ചസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇത് ലിങ്കായി സേവ് ആകുന്നതാണ്. ഒന്നിലധികം ബാച്ചുകൾക്ക് ഒരേ FRK ഇൻവോയ്സിലുള്ള FRK ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ആ ബാച്ചുകൾ തെരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്ന ഇൻവോയ്സും തെരഞ്ഞെടുത്ത് ലിങ്ക് FRK ഇൻവോയ്സ് ടു സെലക്ടഡ് ബാച്ചസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇത് ലിങ്കായി സേവ് ആകുന്നതാണ്. ഈ ലിങ്കിംഗ് എൻട്രി ചെയ്യുമ്പോൾ ബാച്ചുകളുടെ അവസാനം ടിക്ക് ഇടാനും FRK ഇൻവോയ്സ് സെലക്ട് ചെയ്യാനും മറക്കരുത്. അവ നൽകിയാൽ മാത്രമേ സേവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫൈൻഡ് COA ബൈ ബാച്ച് എന്ന ഓപ്ഷനിലൂടെ സേവ് ചെയ്ത വിവരങ്ങൾ കാണാൻ സാധിക്കുന്നതും ഡാറ്റ എൻട്രി തിരുത്തലുകൾ ആവശ്യമെങ്കിൽ അവ ഡിലീറ്റ് ചെയ്ത് റീ എൻട്രി ചെയ്യുന്നതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഒരു ബാച്ചിൽ തന്നെ ഒന്നിലധികം ഇൻവോയ്സുകളുടെ FRK ബ്ലെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ ലിങ്ക് ഓപ്ഷൻ കൊടുത്ത് ബാച്ച് നമ്പർ കൊടുത്ത് ഷോ കൊടുക്കേണ്ടതാണ്. ഓൾ ഓപ്ഷനിൽ ലിങ്ക് ചെയ്തതും ലിങ്ക് ചെയ്യാത്തതുമായ എല്ലാ ബാച്ചുകളും ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പാഡി പോർട്ടലിന്റെ പൊതുവിവരങ്ങളിൽ സീസൺ അനുസരിച്ച് ലോഗിൻ ചെയ്ത് ഫൈൻഡ് COA ബൈ ബാച്ച് എന്ന ഓപ്ഷനിലൂടെ ഡിപ്പോയ്ക്ക് മില്ലും ബാച്ച് നമ്പറും നൽകി FRK ഇൻവോയ്സും COAയും കാണുവാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമല്ലോ. താങ്ക് യു.